പണ്ട് പണ്ട് വളരെ പണ്ട് ഒരിക്കൽ ഭൂമി ആകാശത്തോട് പറഞ്ഞു, കടലുകളും പുഴകളും പർവ്വതങ്ങളും നാടുകളും മറ്റും നൽകിക്കൊണ്ട് അള്ളാഹു എന്നെ മനോഹരമാക്കിയിരിക്കുന്നു. അതിനാൽ നിന്നേക്കാളും മഹത്വം എനിക്കാണ്. ആകാശം തിരിച്ചു പറഞ്ഞു, നിന്നേക്കാൾ മഹത്വം എനിക്കാണ്. കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും രാശികളും അർശും കുർസിയും സ്വർഗവും നരകവും എല്ലാം എന്നിലാണ്. അപ്പോൾ ഭൂമി പറഞ്ഞു, അംബിയാ മുർസലുകളും ഔലിയാക്കളും മുഅ്മിനീങ്ങളും ഒക്കെയും സന്ദർശിച്ച് തവാഫ് ചെയ്യുന്ന പരിശുദ്ധമായ കഅബാലയമുള്ളത് എന്നിലാണ്, ഞാനല്ലേ മഹത്വമുള്ളത്. ആകാശം തിരിച്ചു പറഞ്ഞു, ആകാശലോക മലക്കുകൾ തവാഫ് ചെയ്യുന്ന ബൈത്തുൽ മഅമൂർ, അതുപോലെ അംബിയാൽ മുർസലുകളുടെയും ഔലിയാക്കളുടെയും മുഅ്മിനീങ്ങളുടെയും ആത്മാക്കളുള്ള ജന്നത്തുൽ മഅവയും എന്നിലാണ്. അതുകൊണ്ട് നിന്നേക്കാൾ ഞാനാണ് മഹത്വമുള്ളത്. ഭൂമി വിട്ടില്ല. ഭൂമി പറഞ്ഞു, എന്നാൽ മുർസലുകളുടെ നേതാവും അവസാനത്തെ നബിയും അള്ളാഹുവിൻ്റെ ഹബീബും സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്തമരുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയാണ് വാസസ്ഥലമാക്കിയത്. അവിടത്തെ ശരീഅത്ത് നടപ്പിലാക്കുന്നതും എന്നിലാണ്. ഇത് കേട്ടപ്പോൾ ആകാശത്തിന് ഉത്തരം കിട്ടി. ആകാശം അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞു, ദുആ ചെയ്തു, അള്ളാഹുവേ, നീ പ്രയാസപ്പെടുന്നവർ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നവനാണല്ലോ. ഞാൻ ഭൂമിയോട് തോറ്റിരിക്കുന്നു. നീ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യം കൊണ്ട് ഭൂമിയെ മഹത്വമാക്കിയതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നിലേക്ക് കൊണ്ടുവന്ന് എന്നെയും മഹത്വപ്പെടുത്തിയാലും എന്നാൽ എനിക്ക് ഭൂമിയോട് മേന്മ നടിക്കലാകുമല്ലോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രാർത്ഥന സ്വീകരിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തു. ആ ഉത്തരമാണ് പരിശുദ്ധമായ റജബ് 27 ഇസ്രാ മിഅ്റാജ് സംഭവം ഉണ്ടാകാൻ ഒരു കാരണമായി മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ.